കഥ ഭർത്താവ് ഭാഗം 65. തൻ്റെ മൊബൈലിലേക്ക് വന്ന കോൾ എടുത്തു നോക്കിയിട്ട് അത് ചന്ദ്രികയാണ് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ കോൾ കട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഗോപിനാഥൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞ ശേഷം അയാൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഗോപിനാഥനും സുരേഷ് കുമാറും ശ്രീലേഖയും കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സരോജിനിയമ്മയെ കാണാൻ കൂടി പോയിരുന്നു. നമുക്ക് സുകുമാരനൊന്ന് വിളിച്ചാലോ മോളെ, അവനുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടും. ഗോപിനാഥൻ പ്രതീക്ഷയോടെ ശ്രീലേഖയെ നോക്കി. വേണ്ട, ആരുടെയും സഹായമില്ലാതെ നമുക്ക് അമ്മയെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി ചെറിയച്ഛ, അല്ലെങ്കിൽ തിരിച്ചു പോകാം. അവൾ ഓടുന്ന കാറിൽ പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഗോപിനാഥൻ പിന്നെ അവളോട് തർക്കിക്കാൻ നിന്നില്ല. കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് അവർ മൂവരും ഇറങ്ങി ICUവിലേക്ക് ചെന്നു. അവിടെ യൂണിറ്റിന് പുറത്ത് രോഗികളുടെ ബൈസ്റ്റാൻഡർമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾക്ക് കുറച്ചപ്പുറത്ത് മാറി പ്രത്യേകം ഇട്ടുകൊടുത്ത ഒരു കസേരയിൽ സരോജിനിയമ്മയുടെ കാവലിനെന്നോണം ഒരു പോലീസുകാരൻ മൊബൈലിൽ വിരലൊടിച്ചും കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഒരില തറയിൽ വീണാൽ പോലും ഒച്ച കേൾക്കാൻ പാകത്തിലുള്ള നിശബ്ദതയായിരുന്നു അവിടെ. തൂവെള്ള ടൈലുകൾ പതിച്ച തറയിൽ പാദപതന ശബ്ദം കേട്ട് ആ പോലീസുകാരൻ മൊബൈലിൽ നിന്ന് മുഖമുയർത്തി നോക്കി. സുരേഷ് കുമാർ ചെന്ന് ആ പോലീസുകാരനോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. ഇല്ല, SP സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരെയും കാണിക്കാൻ സാധ്യമല്ല. സാർ, ഇത് ആ അമ്മയുടെ മകളാണ്. അവിടെ സംഭവിച്ചതെന്താണെന്ന് സാറിനറിയാമല്ലോ. അടുത്തേക്കൊന്നും പോകേണ്ട സാർ, ദൂരെ നിന്ന് ഒറ്റ തവണ ഈ കുട്ടി അവളുടെ അമ്മയൊന്ന് കണ്ടോട്ടെ സാർ, 1 മിനിറ്റ് നേരത്തേക്ക് മതി, സുരേഷ് കുമാർ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. മുഖത്ത് അല്പമൊക്കെ മനുഷ്യത്വം കാണാനുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ പോലീസുകാരൻ ശ്രീലേഖയെ നോക്കി. അവളുടെ മുഖത്തെ സങ്കടം അയാളുടെ മനസ്സിൽ തൊട്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇതേ പ്രായത്തിൽ അയാൾക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നിരിക്കണം. നിങ്ങൾ പോയി അങ്ങോട്ട് മാറി നിൽക്കി. ആ പോലീസുകാരൻ ഗോപിനാഥനെയും സുരേഷ് കുമാറിനെയും നോക്കി വിരൽ ചൂണ്ടി. അവർ രണ്ടുപേരും കുറച്ചു ദൂരേക്ക് മാറി നിന്നപ്പോൾ ആ പോലീസുകാരൻ എണീറ്റ് ശ്രീലേഖയെ കൂട്ടിക്കൊണ്ട് ചെന്ന് ICUവിൻ്റെ വാതിൽ വെളിയിലുള്ള ബെല്ലിൽ അമർത്തി. മാലാഖയുടെ മുഖഭാവമുള്ള ഒരു സിസ്റ്റർ വന്ന് വാതിൽ തുറന്നപ്പോൾ പോലീസുകാരൻ അവരോട് ആവശ്യം അറിയിച്ചു. സിസ്റ്റർ വാതിലടച്ച ശേഷം വാതിലിലുണ്ടായിരുന്ന ദീർഘചതുരാകൃതിയിലുള്ള ചില്ലുജാലകത്തിന് അകത്തുള്ള പച്ചവിരി വകഞ്ഞുമാറ്റി. ശ്രീലേഖ ആ ജാലകത്തിലൂടെ അകത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് അവൾക്ക് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. അമ്മയാണ് ആ കിടക്കുന്നത്. 2 ദിവസം മുമ്പ് വരെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന അമ്മ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ലെന്ന് അവൾക്ക് സംശയമായി. കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മയുടെ നെഞ്ചിൽ ഒരു മിടിപ്പുണ്ടെന്ന്. അമ്മയുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങളൊക്കെ ആ ബെഡിന് ചുറ്റും അവൾക്ക് കാണാമായിരുന്നു. കണ്ണുകളിൽ നീർ നിറഞ്ഞു. അവൾക്ക് കാഴ്ച മറഞ്ഞതോടെ ഇടതു കൈ ഉയർത്തി ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് അവൾ ഇരു കണ്ണിലെയും ഈറൻ ഒപ്പിമാറ്റി. വീണ്ടും അവൾ നോക്കുമ്പോൾ അതേ പച്ച തിരശ്ശീല വീണ് അവളുടെ കൺമുൻപിലെ കാഴ്ച മറഞ്ഞുപോയിരുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, വരൂ, പോലീസുകാരൻ അവളോട് പറഞ്ഞ ശേഷം മുൻപോട്ട് നടന്നു. ശ്രീലേഖയും അയാൾക്ക് പിന്നാലെ അവിടെ നിന്നും പോന്നു. ഇതോടെ തൻ്റെ ഡ്യൂട്ടി തീർന്നു എന്ന പോലെ അയാൾ ചെന്ന് കസേരയിൽ ഇരുന്നും കൊണ്ട് വീണ്ടും മൊബൈൽ കയ്യിലെടുത്തു. ഗോപിനാഥൻ ചെന്ന് ആ പോലീസുകാരനോട് നന്ദി പറഞ്ഞ ശേഷം അവരെല്ലാം അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ടാക്സിക്കാരനുള്ള വാടക കൊടുത്തു പറഞ്ഞു വിട്ടിട്ട് ഗോപിനാഥൻ കയറി വരുന്നത് കാത്തിരിക്കുകയാണ് ചന്ദ്രിക വിശേഷങ്ങൾ അറിയാൻ.
അയാൾ തങ്ങൾ ശ്യാമിൻ്റെ വീട്ടിലേക്ക് പോയ കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ ഭാര്യയെ അറിയിച്ചു. പോലീസുകാർ കൂടെയുണ്ടായിട്ട് ഈ സ്ഥിതി, അപ്പോൾ അവരാരും നിങ്ങൾക്കൊപ്പമില്ലായിരുന്നെങ്കിലോ? ആ വിനുവെന്ന് പറയുന്ന തെണ്ടിച്ചക്കൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റല്ലായിരുന്നു. അവൻ അവിടെ നിന്നിറങ്ങി വന്നോ? ചന്ദ്രിക താടിക്ക് കൈവച്ച് അത്ഭുതം കൂടി. സഹോദരൻ്റെ ബോഡി കാണാൻ വന്നതാ. അവനുള്ള നേരത്തെ തന്നെ ഞങ്ങൾ ചെന്നത് കുഴപ്പമായത്. അവനില്ലായിരുന്നെങ്കിൽ എന്തായേനെ? ആ പെണ്ണ് സമ്മതിക്കുമായിരുന്നോ നിങ്ങൾക്ക് ബോഡി കാണാൻ? ഇല്ലല്ലോ. അവളൊറ്റയ്ക്കല്ലേ നിങ്ങളെ ആദ്യം അവിടെ തടഞ്ഞു നിർത്തിയത്? അവളെയൊക്കെ പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞ് മെരുക്കിയേനെ. അവൻ ഓടി വന്ന് ഇടയ്ക്ക് കയറിയതോടാ ഉന്തും തള്ളുമായത്. ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ അഹങ്കാരം തീർന്നിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ ഒന്നൊന്ന് പോരായിരുന്നു അവന് കൊടുക്കേണ്ടത്. ഇനിയുള്ളത് പോലീസുകാർ ഏറ്റിട്ടുണ്ട്. അവൻ ചികിത്സയും സുഖവാസവും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അന്നാ പോലീസുകാരനെ അടിക്കാൻ കൈവീശിയതിൻ്റെ കൂലി കിട്ടാൻ പോകുന്നത്. എന്നാലും അവിടെയുള്ള ഒറ്റ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്തൊരു മനുഷ്യരാണോ ഇത്? അവരെല്ലാം ടി വിയിലും പത്രത്തിലുമൊക്കെ കണ്ടതല്ലേ ആ ശ്യാം കാണിച്ച വെറുപ്പുകേട്. എന്നിട്ടും അവനും ഇവൻ്റെ അനിയനും ഇപ്പോഴും വിശുദ്ധർ. കലികാലം എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും. അവിടെ കൂടിയിട്ടുള്ളവരൊക്കെ അവരുടെ ഭാഗത്തല്ല നിൽക്കൂ ചന്ദ്രേ. അവിടെ കൂടിയിട്ടുള്ളവരിൽ നമുക്കെതിരെ തിരിഞ്ഞ മിക്കവാറും പേരും ശ്യാമിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെയാ. അല്ലാതെ നാട്ടുകാരും നമുക്കെതിരെ ഒറ്റയക്ഷരം പറയാനോ ശ്രീയെ തടയാനോ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർ കരുതിക്കൂട്ടി നിന്നതാകുമെന്നാ. എന്തിനും തയ്യാറായല്ലേ കുറേ എണ്ണം നിന്നത്. പൂരാ വെള്ളത്തിലായിരുന്നു കുറേ എണ്ണം. കള്ളം കുടിച്ച് നിന്നാ പിന്നെ ഒരു പ്രത്യേക ഉശിരാണല്ലോ മറ്റുള്ളവരുടെ തോളിൽ കയറാൻ. പിന്നെ കള്ള് കുടിച്ചിട്ട് നിൽക്കുന്നു. ഒരു ചരമ വീട്ടിൽ ശവം കാണാൻ വരുന്നവരുടെ നേർക്കാണോ കള്ളു കുടിച്ചിട്ട് ഉറഞ്ഞു തുള്ളി വരേണ്ടത്? അതുപോട്ടെ, എത്ര കള്ളു കുടിച്ചിട്ടാ ആ അഹങ്കാരി പെണ്ണ് നിങ്ങളെ തടയാൻ വന്നത്? അവളല്ലേ എല്ലാത്തിനും തുടക്കമിട്ടത്. അവൾ അവിടെ കിടന്ന് അലറി വിളിക്കാതിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നോ? എന്തായാലും അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ആങ്ങളയുടെ കാരണത്ത് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞല്ലോ. അങ്ങനൊരു നേട്ടമുണ്ടായി അവളെ കൊണ്ട്. ചന്ദ്രിക പരിഹസിച്ചു. ഗോപിനാഥൻ കുളിക്കാനായി പോയതോടെ ചന്ദ്രിക കുട്ടികളുടെ അടുത്തേക്ക് പോന്നു. വൈകുന്നേരം 6 മണിയോടെ അടുപ്പിച്ച് കോമളം ശ്രീലേഖയെ കാണാൻ വരികയുണ്ടായി. ശ്രീലേഖയും സഹോദരങ്ങളും മധുരിമയും കൂടി ഒരു റൂമിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ വരവ്. ചന്ദ്രിക അവരെ ശ്രീലേഖയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു. ഇപ്പോൾ ശ്രീലേഖ തന്നെ കാണുമ്പോൾ മുഖത്ത് പണ്ടുണ്ടാകാറുണ്ടായിരുന്ന ആ സന്തോഷവും തെളിമയും ഒന്നും വരുന്നില്ലെന്ന് കോമളത്തിന് തോന്നി. അമ്മ മാത്രമേ വന്നുള്ളൂ, അച്ഛൻ വന്നില്ലേ? ശ്രീലേഖയുടെ ആ ചോദ്യം പോലും ഒരു ചടങ്ങ് തീർക്കൽ പോലെ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് സുഖു ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇതുവഴി വരും. അപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ പോകാമല്ലോ. അതാ മോളെ അച്ഛൻ വരാതിരുന്നത്, കോമളം പറഞ്ഞു. ചന്ദ്രിക അവർക്ക് ചായ ഇട്ട് കൊടുത്തു. ശ്രീലേഖ തന്നിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ സഞ്ചരിച്ചു കഴിഞ്ഞതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് ദൂരമല്ല, അനേക കാതം അകലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവളുടെ മനസ്സ്. എന്നിട്ടും കോമളം അവളുടെ അടുത്തു നിന്ന് മാറാതെ ഓരോന്നൊക്കെ ചോദിച്ചും കൊണ്ടിരുന്നു. അവർ ചോദിക്കുന്നതിനെല്ലാം ശ്രീലേഖ 1-2 വാക്കിൽ മറുപടി ഒതുക്കും. അല്ലെങ്കിൽ മുഖത്തൊരു ചിരി വരുത്തി അതിൽ തീർക്കും മറുപടി. 8 മണിയായപ്പോഴേക്കും സുകുമാരൻ ഡ്യൂട്ടി കഴിഞ്ഞു അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനായി അതുവഴി വന്നു. കോമളവും പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ശ്രീലേഖ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവൻ അവിടേക്ക് കണ്ണുകൾ കൊണ്ട് തിരയുന്നത് കോമളം കണ്ടു. അവളെവിടെ അമ്മേ? സുനിത? കോമളം അവരോട് യാത്ര പറയുന്നത് കണ്ടപ്പോൾ സുകുമാരൻ തിരക്കി.
അവൾ അകത്തുണ്ട് മോനെ, ശ്രീയുടെ അടുത്ത്. ഞാൻ അവളെ ഒന്നും കണ്ടില്ലല്ലോ. സുകുമാരൻ ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അകത്ത് സംസാരം കേൾക്കുന്ന റൂമിലേക്ക് ചെന്നു. സുകുമാരനെ കണ്ടതോടെ സ്വിച്ചിട്ട മട്ടിൽ സംസാരം നിന്നു. അവൻ അവരെയെല്ലാം ഒന്നൊന്നായി നോക്കി. എല്ലാവരും തന്നെ തന്നെയാണ് നോക്കിയിരിക്കുന്നതെങ്കിലും ശ്രീലേഖയുടെ നോട്ടം മറ്റെങ്ങോട്ടാണെന്ന് അവന് തോന്നി. താൻ എന്നൊരാൾ ഇവിടെ വന്നു നിൽക്കുന്നത് അവൾ അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് തോന്നും ആ ഇരിപ്പ് കണ്ടാൽ. സുഖുവേട്ടൻ ഇരിക്കെ. സുനിത ഒരു കസേര എടുത്തും കൊണ്ടുവന്ന് അവന് ഇരിക്കാൻ ഇട്ടുകൊടുത്തു. ഇരിക്കുന്നില്ലടി, പോവാ. അമ്മ പറഞ്ഞു നീ വലിയ സങ്കടത്തിലാണെന്ന്. സങ്കടപ്പെടുവെന്ന് വേണ്ട കേട്ടോ. അവൻ അവളുടെ ചുമലിൽ വാത്സല്യത്തോടെ തട്ടി. സുനിത മെല്ലെ മുഖം താഴ്ത്തി. സന്തോഷമായിട്ടിരിക്കണം, ഒന്നും ഓർക്കാതെ ധൈര്യത്തോടെ ഇരിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോണം. സുനിത ആകെ ഒന്നുലഞ്ഞെന്ന് അവന് തോന്നി. അവളുടെ കണ്ണിൽ നിന്നും തുരുതുര കണ്ണീർ തുള്ളികൾ ഇറ്റി നിലത്തേക്ക് വീണുകൊണ്ടിരുന്നു. കരയുവാനോടി നീ? ചേച്ചേ, മുഖം തുടക്കി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളോ നിന്റെ ധൈര്യമൊക്കെ? അവൻ അവളുടെ താടിക്ക് പിടിച്ചു മുഖമുയർത്താൻ നോക്കവേ സുനിത അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു. കരയാതെടി. അവനും തൊണ്ടയിടറി. അവൻ ഇരുകൈകൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു വാത്സല്യത്തോടെ ശിരസിൽ തഴുകി. അവൻ്റെ കണ്ണിൽ നിന്നും ഒന്നോ രണ്ടോ നീർത്തുള്ളികൾ ഇറ്റ് അവളുടെ ശിരസിൽ വീണു.